ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നാച്ചുറൽസ് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു നാരങ്ങ വെള്ളമായിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് കുടിച്ചുകൊണ്ടേയിരിക്കും. ഈ ചൂട് സമയത്ത് നല്ല തണുത്ത നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റോട് കൂടി നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ നോമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നോമ്പിന് വൈകുന്നേരങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ നാരങ്ങ വെള്ളം. അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. കസ്കസ് താല്പര്യമുള്ളവർ ചേർത്ത് കൊടുക്കുക, ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കസ്കസിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചൊരു മധുരമൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കത് ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് താണ്ട് ഇതുപോലെ ഒന്ന് കുതിർത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിന് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ, എന്നാലാണ് ഇതിലോട്ട് കൂടുതൽ. ഇതിപ്പോൾ പകുതി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിപ്പോൾ അത് കുതിർന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതാ കണ്ടല്ലോ. അപ്പോൾ അതിന് ഇനി അങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് നാരങ്ങയൊക്കെ എടുത്ത് ഒന്ന് തയ്യാറാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അതിനുശേഷം ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 നാരങ്ങ എടുത്താണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 1 നാരങ്ങയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കുക. അപ്പോൾ 2 നാരങ്ങ എടുക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. അപ്പോൾ അതനുസരിച്ച് എടുക്കണം. കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടെങ്കിലാണ് നാരങ്ങ വെള്ളത്തിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളത്തോളമാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് മധുരത്തിന് പഞ്ചസാര, ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഇഞ്ചി, 2 പീസ് ഇഞ്ചി, ചെറിയ പീസ് 2 പീസ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ചെറിയൊരു കളറിന് വേണ്ടി 2 മുന്തിരി കൂടരുത്, 2 മുന്തിരിയെ ചേർക്കാവൂ. ഇത് കുരുവൊന്നും ഇല്ലാത്ത നല്ല കളറുള്ള മുന്തിരിയാണ് കേട്ടോ. പിന്നെ 1 നാരങ്ങയും ഇതുപോലെ ജ്യൂസാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരി ഇളം നല്ല കളർ കിട്ടാനാണ് നമ്മൾ ഈ മുന്തിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് അടിച്ച് പതിച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചിയൊക്കെ ചെറിയ രീതിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവറും ഈ മുന്തിരിയുടെ ഫ്ലേവറും ഈ നാരങ്ങയും കൂടെ അടിപൊളി ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരിക്കൽ ചെയ്തു നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കും. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കസ്കസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്കസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില കുട്ടികൾക്കൊക്കെ ഇത് കൂടുതൽ ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ്, ചിലർക്കെന്നാൽ അധികം ഇഷ്ടമല്ല. അപ്പോൾ മിക്ക കുട്ടികൾക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് മിക്സാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഐസ് ക്യൂബ് കൂടി ചേർക്കണം. അപ്പോൾ കുട്ടികളുടെ തണുപ്പൊക്കെ നോക്കി നിങ്ങൾക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ കസ്കസൊക്കെ ചെറിയ രീതിയിൽ കട്ട പിടിച്ചൊക്കെ ഇരിക്കുകയാണ്, അതൊക്കെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ചേർത്ത സാധനങ്ങളൊക്കെ കറക്റ്റ് അളവാണ്, കറക്റ്റ് മധുരം, കറക്റ്റ് പുളിപ്പ്, അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ 1 നാരങ്ങയിൽ ഈ 2 ഗ്ലാസ് ജ്യൂസാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. കൂടുതൽ നമ്മൾ വെള്ളം ചേർത്ത് അതിനെ ഒരു അധികം പുളിപ്പില്ലാതാക്കരുത്. പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങ വെള്ളത്തിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കുടിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ മുതലാണ് നോമ്പ് തുടങ്ങുന്നത്. ഇന്ന് നോമ്പിലെന്ന് തയ്യാറാക്കിയ വീഡിയോ ആണിത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്യുന്നത് വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കണം കമൻറ്റിലൂടെ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവർ എന്തായാലും ലൈക്ക് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.